നമസ്കാരം. കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായതാണ്. ഒരു കരിയർ പൊളിറ്റീഷ്യൻ അല്ലാത്ത അദ്ദേഹമാണ് ഇപ്പോൾ ഇനിയും പാർട്ടി നയിക്കുക എന്നുള്ളതാണ് വാർത്തയുടെ പ്രധാനപ്പെട്ട കാതലായി പലരും ചർച്ച ചെയ്യുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ സംഭവിച്ച മറ്റൊരു പ്രധാന വാർത്ത കൂടി മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ചിലരൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ചിലർക്ക് അത് വലിയ അത്ഭുതവും ചിലർക്കൊക്കെ അമർഷവും വേദനയും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഹിന്ദു ഐക്യവേദിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഹിന്ദു ഐക്യവേദിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റായി ശ്രീ കസ്തൂരി അനിരുദ്ധൻ അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുക്കുന്നു എന്നുള്ളതായിരുന്നു വാർത്ത. ശ്രീ കസ്തൂരി അനിരുദ്ധൻ അദ്ദേഹം അറിയപ്പെടുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര നായകന്മാരിൽ ഒരാളായ ശ്രീ അനിരുദ്ധൻ സഖാവിൻ്റെ മകൻ എന്നുള്ള നിലയിലാണ്. എ സമ്പത്ത് MP-യുടെ സഹോദരൻ എന്നുള്ള നിലയിലാണ്. പക്ഷേ ഇത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷ പശ്ചാത്തലം. അദ്ദേഹം ഒരു സജീവ SFI പ്രവർത്തകനായിരുന്നു. തിരുവനന്തപുരത്തെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ SFIയുടെ യൂണിറ്റ് ഭാരവാഹിയൊക്കെ ആയിരുന്നു ശ്രീ കസ്തൂരി. അവിടെ നിന്ന് ഏറെ ദൂരം സഞ്ചരിച്ചാണ് അദ്ദേഹം ഇന്ന് നിൽക്കുന്ന ഈ പ്രതലത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ആദർശത്തിൻ്റെ വഴിയിലേക്ക് ശ്രീ കസ്തൂരി അനിരുദ്ധൻ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ യാത്രകളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മാനസികമായി അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച്, ഭാവി പരിപാടികളെക്കുറിച്ച് ശ്രീ കസ്തൂരി അനിരുദ്ധൻ നമ്മളോട് സംസാരിക്കുന്നു. സ്വാഗതം പരിപാടിയിലേക്ക്. എല്ലാവർക്കും വലിയ അത്ഭുതമാണ് അങ്ങയുടെ ഈ ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള അങ്ങയുടെ കടന്നുവരവ്. പക്ഷേ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി എനിക്ക് അങ്ങയെ അറിയാം. അങ്ങ് ഭക്തി, ഇതുപോലെ ഹിന്ദു പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷണൽ ചുമതലയിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താണ്? ഞാനൊരു 10 വർഷത്തോളം കേരളത്തിന് പുറത്തായിരുന്നു. ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ അന്ന് ആ സമയത്ത് SFIയുടെ വളരെ സജീവ പ്രവർത്തകനായിരുന്നു. സ്കൂൾ മുതൽ തന്നെ. സ്കൂൾ മുതൽ എന്ന് വെച്ചാൽ 1978 അടിയന്തരാവസ്ഥ പിൻവലിച്ച സമയത്താണ് സംഘടനാ സ്വാതന്ത്ര്യം സ്കൂളുകളിലും കോളേജുകളിലും കിട്ടുന്നത്. അതുവരെ നിരോധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ആ ഒരു പീരീഡിൽ ഞാൻ തിരുവനന്തപുരത്ത് ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിൽ വിദ്യാർത്ഥിയാണ്. അപ്പോൾ അവിടെ വെച്ച് തന്നെ വളരെ സജീവമായി SFIയുടെ പ്രവർത്തനത്തിലുണ്ട്. കുടുംബ പശ്ചാത്തലം അതാണ്. അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ അന്ന്. കാരണം വീട്ടിൽ കണ്ടു വളർന്നിട്ടുള്ളത് അച്ഛൻ്റെ രാഷ്ട്രീയ ജീവിത രീതി, ജനങ്ങളോടുള്ള ഇടപഴകൽ, അത് എനിക്കിപ്പോഴും വളരെ പേഴ്സണലായിട്ട് പറയാം. അതായത് നമുക്ക് 9:30 സ്കൂളിലെത്തണം. പല ദിവസവും നമ്മൾ സ്കൂളിലെത്തുന്നത് 9:30 കഴിഞ്ഞാണ്. കാരണം വേറെ എങ്ങും വായി നോക്കാൻ പോയതുകൊണ്ടല്ല. വീട്ടിൽ കാലത്തെ ഒരു 5 മണി കഴിയുമ്പോൾ ആരെങ്കിലും നടയിൽ വന്ന് തട്ടും. ഈ വരുന്നത് മിക്കവാറും നമ്മുടെ കോളനികളിലൊക്കെ ഉള്ള പാവപ്പെട്ട, പ്രത്യേകിച്ചും ഹരിജനങ്ങൾ, അങ്ങനെയുള്ള വീടുകളിൽ നിന്ന് ചിലപ്പോൾ ആണുങ്ങളോ പെണ്ണുങ്ങളോ ഒക്കെ ആയിരിക്കും. അപ്പോൾ വരുന്നത് എന്തിനാണ്? പെണ്ണുങ്ങൾ വന്നിരിക്കുന്നത് രാത്രി ഭർത്താവിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി എന്തെങ്കിലും ഒന്ന് സഖാവ് ചെയ്തു തരണം. അപ്പോൾ അവരുടെ തിരിക്കാൻ പറയും. ഏമാമാരെല്ലാം, അച്ഛൻ്റെ ഭാഷയാണ്, ഏമാമാരൊക്കെ ഓഫീസിൽ വരുമ്പോൾ ഒരു സമയമാവും. അവരൊക്കെ രാത്രി ക്ലബിലൊക്കെ പോയിട്ട് വരുന്നവരാണ്. അന്ന് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരവിടെ ഇരിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ അച്ഛൻ പറയും, ഒരു കാര്യം ചെയ്യും, നീ അവർക്ക് കുറച്ച് ചായ ഇട്ടുണ്ടോ? അവർക്ക് രാവിലെ വന്നതാണ്, രാത്രി ഒന്നും കഴിച്ച് കാണില്ല. അപ്പോൾ അവർക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്തു. ആ ഗ്ലാസ് ഞങ്ങൾ തന്നെ കഴുകണം. അവർ കുടിച്ച ഗ്ലാസ് ഇന്നത്തെ പോലെ അല്ല, നമ്മളെ കൊണ്ട് തന്നെ അത് കഴിക്കും. ഒരു ബാലപാഠമാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ. ഇത് അടിയന്തരാവസ്ഥ കാലത്ത് ഇതുണ്ട്. അച്ഛനും അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. പക്ഷേ ചില സമയങ്ങളിൽ അദ്ദേഹം അടിയന്തരാവസ്ഥയിൽ ചില കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി ചെയ്തത് ഇന്നും പലരും പാട്ടാണ്. എന്നുവെച്ചാൽ ലോക്കപ്പിൽ പിടിച്ചുകൊണ്ട് വിട്ടതും അവിടെ ഇട്ട് മർദ്ദിച്ചതെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ബാലപാഠത്തിൽ ഈ മനുഷ്യരുടെ ഇടയിൽ ജാതി വ്യത്യാസം അല്ലെങ്കിൽ ഉച്ചനീതത്വം അങ്ങനെ ഒന്ന് ഇല്ല എന്ന് ഞങ്ങളെ പ്രാക്ടിക്കലി പഠിപ്പിച്ചതാണ് രണ്ടുപേരെയും, എന്നെയും എൻ്റെ ജ്യേഷ്ഠനെയും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ നേരത്തായിരിക്കും പെട്ടെന്ന് വീണ്ടും ഇതുപോലൊരു സംഗതി റിക്വസ്റ്റ് അച്ഛൻ്റെ അടുത്ത് വേണം. ഞങ്ങളെല്ലാം കെട്ടിപ്പറക്കി സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ പറയും, ഇവർ വന്നിട്ട് കുറേ നേരമായി, ഇനി ഇവർക്കൊരു ചായ കൂടെ കൊടുത്തിട്ട് പോകും. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് നമ്മൾ സ്കൂളിൽ എത്തുമ്പോൾ മിക്കവാറും 9:30 കഴിഞ്ഞു. പക്ഷേ എന്തോ ഒരു ഭാഗ്യം, സ്കൂളിലുള്ള അധ്യാപകർക്ക് എങ്ങനെയോ ഇതറിയാം, വേറെ എങ്ങും പോയിട്ടല്ല വരണത്.
ഇത് വേറെ എന്തോ ഉത്തരവാദിത്തം വീട്ടിൽ കൊടുത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അവര് ക്ലാസ്സിൽ കയറി ഇരിക്കാൻ അനുവദിക്കും. പിന്നെ പൊതുവെ നന്നായിട്ട് പഠിക്കും, അന്നേ പടം വരയ്ക്കും. അതുകൊണ്ട് സ്കൂളിൽ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് 10ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നവരും ഞാൻ 10ലെത്തുമ്പോൾ 5ാം ക്ലാസ്സിൽ ഉള്ളവരും ആ ഒരു വലിയൊരു പീരീഡിലുള്ള ഒരുപാട് തിരുവനന്തപുരത്ത് ഗവൺമെൻറ് മോഡൽ സ്കൂളിൽ പഠിച്ചിരുന്ന അന്നത്തെ വിദ്യാർത്ഥികൾ. അപ്പോൾ എൻ്റെ ചേട്ടന്മാരും എൻ്റെ അനിയന്മാരും എൻ്റെ ഈ പേര് കേട്ട് കഴിഞ്ഞാൽ ആ പേരിൽ അന്ന് സ്കൂളിൽ പഠിക്കുന്ന ആരുമില്ല. പ്രത്യേക പേരായതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും ഇത് കേൾക്കുമ്പോൾ എനിക്ക് അവരെ യാതൊരു പിടിയുമില്ല. കാരണം സ്കൂൾ അസംബ്ലിയിൽ കൂടെ എവിടെയോ പോയി ഒരു പെയിൻറ്റിങ്ങിന് അല്ലെങ്കിൽ ഒരു പെൻസിൽ സ്കെച്ച് അങ്ങനെയല്ലേ സ്കൾപ്റ്റിങ് ഇങ്ങനെയുള്ള ഒരു പ്രൈസ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഹെഡ് മാസ്റ്റർ അവിടെ വിളിച്ച് അനുമോദിക്കുന്നു. ഇതെല്ലാവർക്കും കാണുന്നു, അവർക്കൊരു അഭിമാനമാണ്. എനിക്കിതൊന്നും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നാച്ചുറൽ പ്രോസസ്സിൽ ഞാൻ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ച് ഒരു അഹംഭാവമോ ഒന്നുമില്ല, അങ്ങനെ അങ്ങ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പശ്ചാത്തലം. അപ്പോൾ ഇതിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ അച്ഛൻ നിന്ന് കിട്ടിയ ചില സംഗതികളുണ്ട്. അത് ഒന്ന് ഈ ഒരു മാനുഷിക മൂല്യങ്ങൾ. അച്ഛൻ പറയും ഒരിക്കലും നമ്മളെ പാവപ്പെട്ടവൻ്റെ മുന്നിൽ നമുക്കൊരുപാട് സൗകര്യമുണ്ടെന്ന് അവനെ കാണിക്കരുത്, അത് അവന് പ്രയാസം ഉണ്ടാക്കും. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 10ാം ക്ലാസ്സിലായപ്പോഴും ശരി തന്നെയാണ്, എൻ്റെ പാദരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ബാത്റൂം ചപ്പൽ എന്ന് പറയുന്ന റബ്ബർ ചപ്പലാണ്. അതിട്ടേ പോയിട്ടുള്ളൂ. ഒരിക്കലും ഷൂസോ അല്ലെങ്കിൽ ഇന്നത്തെ പോലെ ഈ വില കൂടിയ ലെതർ ചപ്പലുകളോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഇട്ടിട്ടില്ല. അങ്ങനെ വേണമെന്ന് എനിക്കൊരു ആഗ്രഹവും ഇല്ലായിരുന്നു. മിക്ക ദിവസവും ഷർട്ട് തനിയെ തന്നെയാണ് കഴുകി, ഷർട്ടും പാൻറ്റും എല്ലാം കഴുകി ഉണക്കേണ്ടത്. ഇത് തേക്കുന്നതിന് പോലും ഒരു താല്പര്യം കാണിച്ചിരുന്നില്ല. വൃത്തിയുള്ള ഷർട്ട്, പക്ഷേ അത് ഉടഞ്ഞിരിക്കും, അത് തേക്കുകയൊന്നുമില്ല, വെറുതെ മടക്കി വെച്ചേക്കും, അതിനെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇതാണ് നമ്മളെ പഠിപ്പിച്ച, അല്ലെങ്കിൽ നമുക്ക് സ്വയമേ പ്രാക്ടിക്കലി നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചു വന്ന ഒരു ജീവിത രീതി ഇതാണ്. വളരെ ലഘുവായ ഭക്ഷണം. സ്കൂളിലെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അന്ന് ഈ കോളനികളിലുള്ള കുട്ടികളടക്കം നമ്മുടെ കൂടെ ചിലപ്പോൾ ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരിൽ പലരും ഉച്ചഭക്ഷണം ഇല്ല, വീട്ടിലതിനുള്ള വകയില്ല. അപ്പോൾ ഞങ്ങളുടെ അന്നത്തെ അധ്യാപകർ, ഗുരുക്കന്മാരെന്ന് പറയണം, ആ സ്കൂളിലുള്ള ചൂരൽ പ്രയോഗമൊക്കെ നന്നായിട്ട് നടത്തും. പേടിയാണ്. മിക്കവാറും അധ്യാപകർക്കും തിരുവനന്തപുരം മോഡൽ സ്കൂളിൻ്റെ പ്രത്യേകിച്ച് ഇരട്ട പേരുണ്ട്. പക്ഷേ നമുക്ക് അവരുടെ അടുത്തുള്ളൊരു ബഹുമാനം എന്ന് വെച്ചാൽ അന്ന് ഇവരെല്ലാവരും കൂടെ ഒരു തീരുമാനം എടുത്തു, ഈ ഗവൺമെൻറ് പൈസയും ഇതൊന്നും വേണ്ട, ഒരു സ്കൂളിലെ ഒരു കുട്ടി ഒരു ദിവസമെങ്കിലും മറ്റൊരാൾക്ക് വേണ്ടി ഉച്ചഭക്ഷണം കൊണ്ടുവരണം. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതെ മാറിയിരുന്ന് ഇതൊന്നും കാണാതെ ഒളിച്ചിരിക്കുന്ന ഈ പാവപ്പെട്ട കുട്ടികൾക്ക് ആ ഭക്ഷണം പൊതി കൊടുക്കും. അവർ നമ്മളെ കൂടെ ഇരുന്ന് കഴിക്കണം. ഇങ്ങനെ ഒരു വലിയൊരു സംസ്കാരം അന്ന് നമ്മുടെ ഗുരുക്കന്മാര് നമ്മളെ രക്തത്തിൽ അലിയിച്ച ഒരു സംസ്കാരമാണ്. അതിൽ ജാതി മത വ്യത്യാസമോ വേറെ ഒന്നുമില്ല. ഇങ്ങനെ ഒരു വലിയ പശ്ചാത്തലം, ഒരു സാമൂഹിക നീതിയുടെ, പാവപ്പെട്ടവരോടുള്ള കരുണയുടെ, അപ്പം ഇതൊക്കെ കേരളത്തിൻ്റെ ഒരു മനസാക്ഷി അനുസരിച്ച് ഇതെല്ലാം ഒരു എക്സ്ക്ലൂസീവ്ലി ലെഫ്റ്റിസ്റ്റ് മെൻറ്റാലിറ്റി എന്ന് ബ്രാൻഡ് ചെയ്യപ്പെടുന്ന ഒരു മാനസിക പശ്ചാത്തലമാണ്. ഇതൊക്കെ ഞങ്ങൾ ഇടതുപക്ഷക്കാരുടെ മാത്രം ശരികളാണ്, നിങ്ങളൊന്നും അതല്ല, നിങ്ങളൊക്കെ വലതുപക്ഷമാണ്, നിങ്ങളൊക്കെ ജാതിയുടെ, അന്ധവിശ്വാസത്തിന്റെ, മതത്തിന്റെ ആൾക്കാരാണ്. അതെ. അപ്പോൾ താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ അവിടെ നിന്നൊരു പാരഡൈം ഷിഫ്റ്റാണ് താങ്കൾക്കുണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു കുടുംബത്തിൽ നിന്ന് 2 ആദർശങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ടാവാറുണ്ട്. അതൊന്നുകിൽ സ്വാർത്ഥതയുടെ പേരിൽ പരസ്പരമുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ശത്രുതയുടെ പേരിലായിരിക്കും. പക്ഷെ ഇത് രണ്ടും ഇല്ലാതെ എങ്ങനെയാണ് താങ്കൾ ഇങ്ങനെ ഒരു ഷിഫ്റ്റിലേക്ക് വന്നത്? ഇത് എഞ്ചിനീയറിംഗ് കോളേജ് വരെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇടതുപക്ഷ ഇതിൻ്റെ തീവ്ര ആശയത്തിൽ SFIയുടെ കോളേജ് യൂണിയൻ ചെയർമാൻ വരെയായിരുന്നു കോളേജിൽ. അതെ. പക്ഷെ അന്നുണ്ടായിരുന്ന ഒരു ധാർമ്മികതയുണ്ട്. അതായത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് 1982. 87 ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങിയാണ്. കാരണം അന്ന് ഒരു കോഴ്സ് ലാഗിങ് ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു 5 വർഷത്തെ പീരീഡിൽ ഏകദേശം 5 വർഷം, 4 വർഷത്തിൽ തീരണം. അപ്പോൾ അവിടെ നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് കേട്ടിട്ടുണ്ട് ആ കോളേജിൽ മദ്യപാനം ഓപ്പണാണ്. അവിടെ ഹോസ്റ്റലിൽ കഞ്ചാവ് കൃഷി ചെയ്തിരുന്നു. ഹോസ്റ്റലിനകത്ത്. അപ്പോൾ കഞ്ചാവ് സുലഭമാണ്. ഒരു റൂം ബാറായിട്ട് ഉപയോഗിച്ചിരുന്നു, ഹോസ്റ്റൽ മുറി.
അപ്പോൾ അന്നത്തെ ഒരു പ്രിൻസിപ്പലായിരുന്ന അദ്ദേഹം പിന്നീട് ഡയറക്ടർ ടെക്നിക്കൽ എഡ്യൂക്കേഷനായിട്ട് അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്തു. ജോർജ് സാറ്, ഞാനന്ന് കോളേജിൽ ചേർന്നിട്ടില്ല. ജോർജ് സാറ് പറഞ്ഞിട്ട് പോലീസുകാർ വന്ന് റെയ്ഡ് ചെയ്ത് ഇത് പിടിക്കേണ്ടി വന്നു. ആ ഒരു അവസ്ഥ വരെ എത്തി. ശരി. പക്ഷെ അന്നത് ചെയ്യിച്ചത്, അന്ന് കാര്യമായ ബലമില്ലെങ്കിലും അന്നുണ്ടായിരുന്ന വളരെ അപൂർവം വിരലിലെണ്ണാവുന്ന SFI പ്രവർത്തകരാണ് അന്നത് ചെയ്തത്, എൻ്റെ സീനിയേഴ്സ്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും ഇവർക്ക് സ്ഥിരം ജോലി എന്ന് പറഞ്ഞാൽ അടികൊള്ളലാണ്. ഈ SFI പ്രവർത്തകരുടെ ജോലി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും, ഇവർ 8-10 പേരെ കാണും. അപ്പോൾ വളരെ സംഘടിതമായി ഹോസ്റ്റലിനകത്ത് ഈ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന, ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന വേറൊരു ലോബി ഉണ്ടായിരുന്നു. അത് അരാഷ്ട്രീയ ലോബിയാണ്. അവർ ഇവരെ അടികൊള്ളും. ആ ഒരവസ്ഥയാണ്. ഒരു പരിധിവരെ ഒരുമിച്ച് ഞങ്ങൾ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള, ഇലക്ഷനിലില്ലെങ്കിലും കോളേജിൽ SFIയുടെ കൂടെ സഹകരിക്കുന്നത് ABVP ആയിരുന്നു അന്ന്. അതിൽ ഏറ്റവും പ്രധാന ഒരു സംഗതി എന്ന് പറയുന്നത് റാഗിംഗ് വിരുദ്ധ സമരം. SFIയും ABVPയും ഒന്നിച്ചാണ് അവിടെ സമരം നയിച്ചത്. അപ്പോൾ ഞാൻ ചേരുന്ന സമയം കോളേജിൽ റാഗിംഗ് ഉണ്ട്. വളരെ വളരെ ഇതായി ന്യൂസിലെല്ലാം വന്ന് 2 പേരെ ഡിസ്മിസ് ചെയ്യുകയും കുറേ പേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അന്നത്തെ കോളേജ് യൂണിൻ്റെ ഭാരവാഹികളടക്കം അതിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. അങ്ങനത്തെ ഒരു സമരമെല്ലാം ആ സമയത്ത് നടത്തി. അവിടെ ഒരു ഉണർവുണ്ടായി. അതിൻ്റെ പ്രധാന കാരണം എൻ്റെ അച്ഛനാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ മകൻ കോളേജിൽ വന്നു എന്നുള്ളത് അവിടുത്തെ SFIയുടെ ഈ വിരലിലെണ്ണാവുന്ന പ്രവർത്തകർക്ക് വലിയൊരു ആത്മവിശ്വാസം കൊടുക്കുകയും, അധ്യാപകർ പോലും അന്ന് റാഗിങ്ങിനെ അനുകൂലിച്ചിരുന്ന സമയത്ത് PTA മീറ്റിംഗ് വിളിച്ചപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും അതിൽ പങ്കെടുത്ത് വളരെ ശക്തമായി അമ്മയും അച്ഛനും സംസാരിച്ചു. മറ്റ് പേരൻസും ഈ ഒരു സംഗതിയിൽ അതുമായിട്ട് ചേർന്നു. അങ്ങനെ ഒരു റാഗിങ് വിരുദ്ധ ഒരു നിലപാട് കോളേജിൽ സ്വീകരിക്കേണ്ടി വന്നു. ഞങ്ങളെല്ലാം ഞാനൊക്കെ സീനിയർ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റാഗിങ് വിരുദ്ധ സ്ക്വാഡുകൾ ഉണ്ടാക്കി. റാഗ് ചെയ്യുന്നവരെ കായികമായി തന്നെ നേരിടും എന്നുള്ള ഒരു രീതിയിലേക്ക് മാറി. അവരെ പിടിച്ചു കൊണ്ടുപോയി പ്രിൻസിപ്പലിൻ്റെ അടുത്ത് എത്തിക്കും. അങ്ങനെയുള്ള സംഗതികളായി. മദ്യപാനം ഞങ്ങൾ നിരോധിച്ചു, പ്രിൻസിപ്പലല്ല. മദ്യപാനവും ഇതുപോലുള്ള ലഹരിയും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും പെൺകുട്ടികളെ അപമാനിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ശക്തമായിട്ട് അന്ന് നേരിട്ടു. ഇതെല്ലാം നമ്മുടെ ഒരു ധാർമ്മിക പശ്ചാത്തലമാണ്. ഇന്ന് കാണുമ്പോൾ ക്യാമ്പസ് ലീഡേഴ്സാണ് ഇതിൻ്റെ കുഴപ്പക്കാര്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാമ്പസ് ലീഡർക്ക് അവൻ അൺക്വസ്റ്റ്യനബിൾ ആണ്. അവിടുത്തെ ടീച്ചേഴ്സിന് പോലും അവനെ പേടിയാണ്, നടപടിയെടുക്കാൻ പറ്റില്ല. കാരണം അവന് രാഷ്ട്രീയ സ്വാധീനമുണ്ട്. ഈ രാഷ്ട്രീയ സ്വാധീനം എന്ന് വെച്ചാൽ പുറത്തുള്ള രാഷ്ട്രീയക്കാരുടെ പാവകളാണ് പലപ്പോഴും ഈ ക്യാമ്പസിനകത്ത്. ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചിട്ട സമയമുണ്ട്. ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു നമ്മുടെ ലോക്ക്ഡൗണിനൊക്കെ മുമ്പുള്ള ഒരു പീരീഡിൽ അവിടെ SFIയും KSUവും വന്ന് അടിയായി. ഹോസ്റ്റൽ അടച്ചു, കോളേജ് അടച്ചു. ഇനി ഈ കോളേജ് തുറന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ എത്തി. അപ്പോൾ അന്ന് ഈ ഒരു ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തത് അന്ന് മലയാള മനോരമയാണ്. അപ്പോൾ അന്ന് മലയാള മനോരമ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ ആർക്കിടെക്റ്റ് ശങ്കർ അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചു. ഇതിനൊരു പരിഹാരം നമുക്ക് കാണണമല്ലോ, എന്ത് ചെയ്യാം? ശങ്കർജി നേരെ എന്നെ വിളിച്ചു. നീ വരണം, നീ പഴയ ചെയർമാനല്ലേ, ഒരു കാര്യം ചെയ്യ്, പഴയ 2-3 ചെയർമാൻമാരെ കൂടെ കൊള്ളിക്ക്, നമുക്ക് ഈ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം, ചെയ്യാം. അപ്പോൾ മനോരമ സ്പോൺസർ ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിൽ ഒരു അധ്യാപകരും പങ്കെടുത്തില്ല. അതാണ് അതിൻ്റെ രസം. ആ ഒരു മീറ്റിങ്ങിൽ SFIയുടെയും KSUവിൻ്റെയും നേതാക്കൾ വന്നു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും ജില്ലാ നേതാക്കൾ അതിനകത്ത് പങ്കെടുത്തു. അതിൽ CPMൽ അന്ന് വന്നത് കടമ്പള്ളി സുരേന്ദ്രൻ, അതേപോലെ അപ്പുറത്ത് മോഹൻ, നമ്മുടെ നോർത്ത് ഇലക്ഷനിലൊക്കെ മത്സരിച്ച MLA ആയിട്ട് മത്സരിച്ച അദ്ദേഹം. അപ്പോൾ ഇവരെല്ലാം വന്നപ്പോൾ ഭാഗ്യത്തിന് അവർ വന്നത് വളരെ ലേറ്റായിട്ടാണ്, ഈ പാർട്ടി നേതാക്കന്മാർ വന്നത്. അപ്പോൾ ഇത് എതിരെ ഇരുത്തിയിരിക്കുകയാണ്. മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് പ്രോഗ്രാമിൽ ഒരു വശത്ത് SFIക്കാരെ ഇരുത്തിയിരിക്കുന്നു, മറ്റു വശത്ത് KSUക്കാരെ ഇരുത്തിയിരിക്കുന്നു. ഞങ്ങൾ ഇപ്പുറത്തിരിപ്പുണ്ട്. ചില ഇൻഡസ്ട്രിയലിസ്റ്റുകൾ, അതായത് ആലംനി, അവരെ ഇരുത്തിയിട്ടുണ്ട്. ഈ കോളേജ് എങ്ങനെ തുറന്ന് പ്രവർത്തിക്കാൻ കഴിയും, അതിനുള്ള സാഹചര്യം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവരെല്ലാം സംസാരിച്ചു, ഇൻഡസ്ട്രിയലിസ്റ്റുകളൊക്കെ സംസാരിച്ചു. അവരൊന്നും ഈ രാഷ്ട്രീയ ഇതില്ല, ഒരു നാക്കറിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, ഞാനൊരു പഴയ SFI പ്രവർത്തകനാണ്,
ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ കോളേജിൽ രാഷ്ട്രീയം നടത്തിയതുകൊണ്ട് കോളേജിന് കിട്ടിയ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞു. അന്ന് കോളേജിൽ ബസ്സില്ല, ഒരു പഴയ ബസ്സേ ഉള്ളൂ, അതിൽ തൂങ്ങി പിടിച്ചു പോകണം. ഇത് മഴയിൽ ബ്രേക്ക് ഡൗൺ ആവും. അപ്പം ഞങ്ങൾക്ക് ഈ ഒരു SFI ആയതുകൊണ്ട് അന്നത്തെ ഭരണം, അന്ന് നയനാർ ഗവൺമെൻറ്റാണ്, ശ്രീമാൻ വിശ്വനാഥ മേനോൻ അദ്ദേഹമാണ് അന്നത്തെ ഫൈനാൻസ് മിനിസ്റ്റർ. അദ്ദേഹത്തെ നേരിട്ട് കോളേജ് യൂണിയൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ പോയി കണ്ട് ബസ്സിൻ്റെ സാങ്ഷൻ വാങ്ങിച്ച് 2 കോളേജ് ബസ് പുതിയതായിട്ട് വാങ്ങിച്ചു. ഇതൊന്നും ഇവർക്ക് കേട്ടപ്പോൾ അതിശയമാണ്. ഇവർ ഈ ക്യാമ്പസിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് അടികൂടലേ ഉള്ളൂ എന്നും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്യാമ്പസ്. ഈ ക്യാമ്പസിൽ ഇത് കാരണം നിങ്ങൾക്ക് ആർക്കും ഇനി ജോലി കിട്ടില്ല. കാരണം ഈ ക്യാമ്പസിനെ കുറിച്ച് ഇത്രയും മോശമായ ഒരു അഭിപ്രായം ലോകം മുഴുവൻ പരക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് പോകണം. ഈ വിദ്യാർത്ഥി ജീവിതം എന്ന് പറയുന്നത് നാളെയും നമുക്ക് ഒന്നിച്ചിരിക്കേണ്ടവരാണ്. അതുകൊണ്ട് SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയും KSUവിൻ്റെ യൂണിറ്റിൻ്റെ പ്രസിഡന്റും ഒന്ന് നടുക്കോട്ട് വരാൻ പറഞ്ഞു. 2 പേരും എതിരെ വരെയാണ്. അപ്പോൾ നമ്മൾ മനോരമക്കാരൊക്കെ ഇരുന്ന് വിറയ്ക്കുകയാണ്. ഇപ്പം അടി നടക്കും. പോലീസ് ബന്ദോബസ്തിലാണിത്, പോലീസ് പുറത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ 2 പേരും ഒന്ന് ദയവ് ചെയ്തൊന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കണം. ഷേക്ക് ഹാൻഡ് കൊടുത്തു. ഇനി ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറഞ്ഞു. കെട്ടിപ്പിടിച്ചിട്ട് ആ പിടുത്തം വിടുന്നില്ല, അങ്ങനെ നിൽക്കുകയാണ് തോളി തട്ടിക്കൊണ്ട്. അതോടുകൂടി ആ പ്രശ്നം അവിടെ തീരുകയാണ്. ഇത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് അവർ ലഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മനോരമയുടെ അന്നത്തെ ബ്യൂറോ ചീഫ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് വെച്ചു, എന്ത് ധൈര്യത്തിലാണ് ഇവരെ ഇറങ്ങാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, അതാണ് നമ്മൾ ഈ സംഘടന ഇത് നടത്തി ആൾക്കാരെ ഹാൻഡിൽ ചെയ്തുള്ള പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആ ധൈര്യത്തിലാണ് അവരെ വിളിച്ചത്. ഒരു കൊച്ചു പിള്ളേരാണ്, ഇത്രയേ ഉള്ളൂ. ശരിയാണ്. ഞാൻ അങ്ങയോട് ചോദിച്ചത്, അങ്ങയുടെ ഒരു ഷിഫ്റ്റ് ഇത് എങ്ങനെയാണ്, എവിടുന്നാണ് ഒരു ട്രിഗർ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമല്ലോ, അത് എങ്ങനെയായിരുന്നു, അത് എന്തായിരുന്നു, അതിനോടെ കുടുംബം എങ്ങനെയാണ് പ്രതികരിച്ചത്? ആദ്യം ഒരു ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു? ഇത് ഞാൻ പറഞ്ഞ 10 വർഷം കേരളത്തിന് പുറത്തു പോയി ജീവിക്കുന്നു. അതികഠിനമാണ് ജീവിതം. എന്നുവെച്ചാൽ അച്ഛൻ്റെ രാഷ്ട്രീയം ഒരിക്കലും ഒരു IIT പോയപ്പോൾ പോലും ഇന്നാരുടെ മകനാണെന്ന് ആർക്കും അറിയില്ല. അവിടുന്ന് പാസ്സായി ഇറങ്ങുന്നവരെയും അറിയിച്ചിട്ടില്ല. കാരണം അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് ഒരു ഉറച്ച ഒരു വിശ്വാസം. അങ്ങനെ ഒരു പ്രത്യേകിച്ച് നമുക്ക് ഒരു സ്വാർത്ഥ താല്പര്യത്തിന് ഇതിനൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ സ്വന്തം കഴിവ് തെളിയിച്ച് തന്നെ വളരണം. പക്ഷെ ഇന്നും ആ അധ്യാപകർ പേരെടുത്ത് പറയുന്നുണ്ട് അവിടുത്തെ. ഇന്ന് രാവിലെ ഞാൻ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിൽ എന്നെ പഠിപ്പിച്ച, ഹൈസ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരെ എന്നെ വിളിച്ചു. അവർ പറഞ്ഞ ഞങ്ങളുടെ അനുമോദനം എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിൽ വന്നതിന് വളരെ സന്തോഷമുണ്ട്. വളരെ അപൂർവം പേരെ ഇന്ന് ജീവിച്ചിട്ടുള്ളൂ, അത്രയ്ക്ക് പ്രായമായി അന്ന് പഠിപ്പിച്ചവർ. പക്ഷേ ഇതൊക്കെ ഒരു വലിയൊരു റെക്കഗ്നിഷനാണ്. കാരണം അവർക്ക് നമ്മളിലുള്ള വിശ്വാസം. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു ധാർമ്മികത എന്നുള്ള ഒരു സംഗതിയിൽ അടിയുറച്ചുകൊണ്ട്, അത് അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ധാർമ്മികത ഉണ്ടായിരുന്നു. അദ്ദേഹം പറയും, ഇത് നിയമമല്ല, നമ്മൾ നീതിയാണ് നോക്കേണ്ടത്. തമ്മിലൊരു വലിയ വ്യത്യാസം. ഈ പറഞ്ഞ അടിച്ചമർത്തപ്പെട്ടവന്റെ സംരക്ഷണം എന്ന് പറയുന്നത് നീതിയാണ്, അത് നിയമമല്ല. ഈ തിരുവനന്തപുരത്ത് പല കോളനികളും രാത്രിയിൽ നിന്ന് അദ്ദേഹം കൂടെ നിന്ന് കെട്ടി എടുത്ത കോളനികളുണ്ട്. ഉദാഹരണത്തിന് കരിമളം, നമ്മുടെ പഴയ ചെങ്കച്ചുള്ള എന്ന് പറയുന്ന രാജാജി നഗർ, പിന്നെ ഇപ്പുറത്ത് പൗണ്ടുക്കുളം. അന്നത്തെ ഒരു കോളനി അസോസിയേഷൻ ഉണ്ടായിരുന്നു, അദ്ദേഹം അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ മനുഷ്യൻ എന്നുള്ള ഒരു സങ്കല്പം. അതുപോലെ നല്ലൊരു കൃഷിക്കാരനും കൂടെ ആയിരുന്നു എൻ്റെ അച്ഛൻ. ഞങ്ങളെല്ലാം കൊച്ചിലേ തന്നെ കൃഷി പഠിപ്പിച്ചു. കൃഷി ചെയ്യണം, മണ്ണിലിറങ്ങണം, കിളയ്ക്കണം, അധ്വാനിക്കണം എന്നുള്ളത്. അല്ലാതെ ഇൻ്റലക്ച്വൽ ആയിട്ടിരുന്നാൽ പോരാ. അപ്പോൾ ആ ഒരു സ്നേഹം, പ്രകൃതി സ്നേഹവും ഈ മനുഷ്യ സ്നേഹവും ഞങ്ങളിൽ വാർത്തെടുത്തത് അച്ഛനാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു ധാർമ്മികതയും, ഇന്ന് നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നമ്മളിലുണ്ടായിരുന്ന കുറേ സങ്കല്പങ്ങളെ അവർക്ക് തച്ചുടയ്ക്കാൻ കഴിഞ്ഞു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്. അതിൽ പ്രധാനമാണ് ഒന്ന്, ഈശ്വരൻ എന്നുള്ള ഒരു സങ്കല്പം. കാരണം അതൊരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ എന്ന് വേണോ കളങ്കപ്പെടാം. ഇത് ഒരിക്കലും കളങ്കപ്പെടാത്ത സംശുദ്ധമായ ഒരു ഈശ്വര സങ്കല്പത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോണത് ആരാധനയ്ക്ക്. അപ്പോൾ നമ്മൾ അതിൽ വഴി നമ്മൾ കഴിയുന്നിടത്തോളം ശുദ്ധമായി അങ്ങോട്ട് പോകാൻ ശ്രമിക്കും. അപ്പോൾ ഇതൊക്കെ ഗ്രാജുവലി മനസ്സിലാക്കാൻ തുടങ്ങി ഈ കാര്യങ്ങൾ. പിന്നെ ഹിന്ദു ശാസ്ത്ര പഠനം കാര്യമായിട്ട് അതിന് ഏറ്റവും എന്നെ അനുകൂലിച്ച ഘടകം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയാണ്. കാരണം അവരുടെ വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇങ്ങനെയുള്ള ചിട്ടകളും ഉള്ളവരും
ഇതുപോലുള്ള പഠനങ്ങൾ നടത്തിയ ഒരു ഫാമിലിയുമായതുകൊണ്ട് ഒരുപാട് അവരുടെ പുസ്തകങ്ങൾ, ഇവരുടെ അച്ഛൻ എഴുതി വെച്ച, അതായത് സ്കൂൾ ഓഫ് ആർട്സിന്റെ ഫസ്റ്റ് സൂപ്രണ്ടാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം ഒരുപാട് ഫിലോസഫിക്കൽ റൈറ്റിംഗ്സ് അന്ന് ചെയ്തിട്ടുണ്ട്, പലതും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആണത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെടുത്ത് പഠിച്ചു വന്നപ്പോഴാണ് ശരിക്കും എന്താണ് ഈശ്വര സങ്കല്പം, എന്താണ് ഹിന്ദു ശാസ്ത്രത്തിന്റെ അടിത്തറ, അതൊരു അന്ധവിശ്വാസമല്ല, അതിൽ ശാസ്ത്രീയമായി പറഞ്ഞിരിക്കുന്ന സംഗതി എന്താണ് എന്ന് പഠിച്ചപ്പോഴാണ് ഇതിൻ്റെ അടുത്ത് ഒരു അമിതമായ ആരാധന ഉണ്ടാക്കിയെടുത്തത്. തെറ്റ് പറ്റിപ്പോയല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞു പോയി. ആദ്യമായി അമ്പലത്തിൽ പോയത് എവിടെയാണ്? ആദ്യമായിട്ട് അമ്പലത്തിൽ പോയത് ഞാൻ പറഞ്ഞുതരാം. ഔറംഗാബാദ് എന്നുള്ള സ്ഥലത്ത് എല്ലോറ കേവ്സ് ഉണ്ട്. അതെ അതെ. ആ എല്ലോറ, അജന്ത വളരെ ദൂരെയാണ്. നമ്മൾ അജന്ത എല്ലോറ നമ്മൾ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ അടുത്തടുത്ത 2 കേവ്സ് ആണ്. ഇത് 2 കേവ്സ് ഒന്നും അല്ല, ഇതൊക്കെ ഒരു വലിയൊരു ശൃംഖലയാണത്. അതിൽ താജ്മഹലൊന്നും ഒന്നുമല്ല. നമ്മൾ ആവശ്യത്തിനുള്ള പബ്ലിസിറ്റി കൊടുക്കാത്തതുകൊണ്ട് പറ്റിയ അബദ്ധങ്ങളാണ് ഭാരതത്തിലെ. അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കല്ലിൽ കൊത്തിയെടുത്ത ക്ഷേത്രങ്ങളാണ്. അതിലൊന്നും തന്നെ ആഡഡില്ല. കാരണം ഒരു സ്കൾപ്റ്റർ ആയതുകൊണ്ടാണ് ഞാൻ അത് പറയണത്. നമ്മൾ ക്ലേയിലാണെങ്കിൽ ആഡ് ചെയ്യും, സിമെന്റിലാണെങ്കിൽ ആഡ് ചെയ്യും. പക്ഷെ ഒരു കരിങ്കല്ലാണെങ്കിലോ ഒരു തടിയാണെങ്കിലോ എന്ത് ചെയ്യും, നമുക്ക് കൊത്തി മാറ്റാനേ പറ്റൂ. ഇറ്റ്സ് ഓൺലി എ നെഗറ്റീവ് കാർവിങ്. ഇങ്ങനെ ചെയ്ത മൾട്ടി സ്റ്റോറി അമ്പലം, ഒരു ശിവന്റെ അമ്പലം അവിടെ ചെയ്തിരിക്കുന്നു. അത് എല്ലോറയ്ക്ക് തൊട്ടപ്പുറത്തുള്ള ഒരു കേവാണ്. ഇപ്പോഴും നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ അത് കാണിക്കും. പക്ഷെ അത് ചെന്ന് കണ്ടാലേ അതിൻ്റെ ഒരു മാസീവ്നെസ്, ഒരു അൺഇമാജിനബിൾ കൺസ്ട്രക്ഷൻ, ചൈതന്യവും ഭയങ്കര. അവിടെ ആരാധനയൊന്നുമില്ല, കാരണം ഇതെല്ലാം അബാൻഡൻഡ് ആണ് അത് കഴിഞ്ഞിട്ട്. പക്ഷെ അത് മൾട്ടി ലെയറിൽ ഒരു വലിയൊരു പാറ, ഒരു മല, അതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് താഴേക്ക് ഒരു 3 നില 4 നില വന്നു കഴിഞ്ഞാൽ, അന്ന് കമ്പ്യൂട്ടർ സംവിധാനമൊന്നുമില്ലല്ലോ. ഒരുപക്ഷെ ചെന്നിറങ്ങുന്നത് മണ്ണിലാണെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ അവിടെ വെച്ച് പൊളിഞ്ഞു, അതിനപ്പുറം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിനകത്ത് പാറയുണ്ടെന്ന് വിഷ്വലൈസ് ചെയ്ത് ഈ ഒരു സംഗതിയെ എത്രയോ 1000 പേരിരുന്ന് കട്ട് ചെയ്ത് ഉണ്ടാക്കിയാലേ ഇത് ഉണ്ടാക്കാൻ പറ്റൂ. ഇതിന്റെ ചുറ്റിനും സന്യാസിമാർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, ഇത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. എല്ലാം തൂണുകളെല്ലാം കൊത്തിയെടുത്ത് അകത്ത് കേവ്സ് പോലെ ഇങ്ങനെ ഒരു ഓപ്പൺ നമ്മുടെ വരാന്ത പോലെ ചെയ്തിരിക്കുന്നു. നടുക്ക് ഇത് മൾട്ടി സ്റ്റോറിയിൽ ഇത് ചെയ്തിരിക്കുന്നു, ധ്വജസ്തംഭം ചെയ്തിരിക്കുന്നു, ഇതെല്ലാം ഉണ്ട്. ഇതൊരു ഭയങ്കര സംഭവമാണ്. അത് കഴിഞ്ഞ് അപ്പുറത്ത് നിന്നപ്പോഴാണ് ഒരു ശിവക്ഷേത്രമുണ്ട്. അത് നമ്മുടെ 12 ജ്യോതിർലിംഗങ്ങളിലൊന്നാണ്. അത് വന്നിട്ട് ഈ എല്ലോറ, ഈ പറഞ്ഞ കേവിൻ്റെ കുറച്ചപ്പുറത്തേക്ക് നമ്മൾ നടന്നു പോയി കഴിഞ്ഞാൽ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അധികം ആൾക്കാരില്ല. ഈ അപൂർവം സന്യാസിമാരൊക്കെ അവിടെ വന്ന് പുറത്ത് താമസിക്കും. അവരിങ്ങനെ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കും ഒരു സ്ഥലത്തുനിന്ന്. അപ്പോൾ പ്രത്യേകിച്ച് പൂജാരി എന്നൊരാൾ അവിടെ ഉണ്ടെങ്കിലും അദ്ദേഹം വലുതായിട്ടൊന്നും കൺട്രോൾ ചെയ്യാറില്ല. കാരണം ഞങ്ങൾ പോണത് എപ്പോഴും ടൂറിസ്റ്റ് ഇല്ലാത്ത സമയത്ത്, വൈകുന്നേരം അങ്ങനെയൊക്കെയുള്ള സമയം ടൂറിസ്റ്റൊക്കെ പോകും. അപ്പോൾ അദ്ദേഹം 2 പലവ എടുത്തിട്ട് പറയും അവിടെ ഇരുന്നോളാൻ പറയും. നമുക്ക് ആ ശിവലിംഗത്തിൽ ഞങ്ങൾ കൊണ്ടുപോകുന്ന തുളസിഹാരം ഇതൊക്കെ വെച്ച് പൂജ ചെയ്ത് ഇഷ്ടം പോലെ അവിടെ സമയം ചെലവഴിച്ചിരിക്കുകയാണ്. അവിടേക്കാണ് ഈ ചൈതന്യം ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ജീവിത, കേരളത്തിലെ ഒരു പരിമിതമായ ആദർശങ്ങളും നമ്മൾ പറഞ്ഞു വെച്ച കുറെ അന്ധവിശ്വാസം, അതിൽ നിന്ന് പുറത്തു പോയതാണ് ഈ മാറ്റത്തിന് പ്രധാനം. ഈ മാറ്റങ്ങളോട് എങ്ങനെയാണ് കുടുംബം പ്രതികരിച്ചത്? പ്രത്യേകിച്ച് അച്ഛൻ, അമ്മ, സഹോദരൻ, അവരെ. അച്ഛൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാര്യങ്ങളും ഇൻസിസ്റ്റ് ചെയ്യാറില്ലായിരുന്നു. ഞങ്ങളുടെ വഴിക്ക് വളരുന്നു, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തരുന്നു എന്ന് മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അച്ഛൻ ഈ ഇലക്ഷൻ നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ തുള്ളിച്ചാടുകയും ചെറിയ ആവേശങ്ങൾ കാണിക്കുകയൊക്കെ കൊച്ചിലേ ചെയ്യും എന്നുള്ളതല്ലാതെ ഒരു പാർട്ടി പ്രവർത്തകനാവണം എന്നൊന്നും അച്ഛൻ ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല. SFIയിൽ പ്രവർത്തിക്കണമെന്നും പറഞ്ഞിട്ടില്ല. അച്ഛൻ പോലും അറിയാതെയാണ് SFI പ്രവർത്തനമൊക്കെ അന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇതനുസരിച്ച് അവനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആലോചിച്ചെടുത്ത തീരുമാനമായിരിക്കും. അങ്ങനത്തെ ഒരു പ്രതികരണമേ അന്നും അച്ഛൻ്റെ ഉള്ളൂ. പിന്നെ അച്ഛനൊരു 8 വർഷം കിടപ്പിലാവുന്ന സമയത്ത്, അന്ന് ഞാൻ എൻ്റെ പ്രൊഫഷനൊക്കെ മതിയാക്കി ഓഫീസ് പൂട്ടി, അച്ഛൻ്റെ പൂർണ്ണ പരിചരണം ഉത്തരവാദിത്തം വീട്ടിലായിരുന്നു. അതെ. അപ്പോഴാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ നാമജപം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നടയിൽ വെച്ച് രാത്രി. അപ്പോൾ അത് എല്ലാ ദിവസവും 500 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നടത്താൻ പറ്റി എന്നുള്ളത് ഒരു വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ അത് 1 മണിക്കൂർ ഇത് ചെയ്തതാണ് ശരിക്ക് എനിക്ക് ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി തന്നത്.
മനസ്സിലായില്ലേ? കാരണം ഒരു ന്യൂറോ പേഷ്യൻ്റ് രാത്രി ഉറങ്ങാത്ത ഒരാളിനെ നമ്മൾ പരിചരിക്കുമ്പോൾ ഫുള്ളി പാരലൈസ്ഡ്, ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ എഴുതി തള്ളി, പ്രായമായില്ലേ എന്നൊരു ചോദ്യം. അപ്പോൾ അതിൽ നിൽക്കുമ്പോൾ നമുക്ക് രാത്രി ഉറക്കമില്ല, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പെട്ടെന്ന് വഴക്ക് കൂടും. അങ്ങനെയൊക്കെയുള്ള ഒരാളിനെ വളരെ മയപ്പെടുത്തി ഒരു സ്വന്തം മകനെ പോലെ അച്ഛനെ അന്ന് സംരക്ഷിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സമനില തെറ്റിപ്പോവും എന്നുള്ളൊരവസ്ഥ വന്നപ്പോഴാണ് ശരിക്കും ഈ ഒരു നാമജപം 1 മണിക്കൂർ ചെയ്യുന്നത് അതൊരു വലിയൊരു റിലീഫായിരുന്നു. അത് കഴിയുമ്പോൾ നമ്മളങ്ങ് എനർജറ്റിക് ആവുമായിരുന്നു രാത്രി. ഇതൊക്കെ ഒരു സത്യം മനസ്സിലാക്കിയ സംഗതിയാണ്. വേറെ ഒന്ന്, ഈ ഈശ്വര സങ്കല്പം അടിയുറച്ച് വിശ്വസിച്ച മറ്റൊരു സംഭവം, അച്ഛൻ അന്ന് PRS ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും, വൈഫും ഭാര്യയും ഞാനും കൂടെ രാത്രിയത്തെ കഞ്ഞിയും കൊണ്ട് ചെല്ലുമ്പോൾ, അപ്പോൾ കഞ്ഞി കൊടുക്കുന്നത് ഞാനാണ്. അപ്പോൾ വീട്ടിൽ വന്ന് കഞ്ഞി ഉണ്ടായിക്കൊണ്ടേ പോകും. അവിടെ ചെന്നപ്പോഴാണ് ഒരു മൗനം. അച്ഛൻ കൂർക്കം വലിച്ച് കിടക്കുകയാണ്, ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ കൂടെ ഉള്ളൊരു ചേട്ടനുമുണ്ട്. അപ്പോൾ പറഞ്ഞു, ഇന്ന് രാത്രി മിക്കവാറും താണ്ടില്ല, രാവിലെ തൊട്ട് ഒന്നും വെള്ളം പോലും കുടിച്ചിട്ടില്ല, അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ചേട്ടനുമുണ്ട്. അപ്പം ഞാൻ ഭാര്യ എടുത്ത് നോക്കി, ഞങ്ങൾ തമ്മിൽ ഈ മെൻ്റൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കും. ഒരു കാര്യം ചെയ്യണം, നിങ്ങളെല്ലാവരും പുറത്ത് നയിക്കണം, ആര് വന്നാലും മുറിക്കകത്ത് കയറ്റരുത്, ഞാൻ പറഞ്ഞിട്ടേ കയറ്റാവൂ, കഥഭാഗത്തുനിന്ന് ബോൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും മുറിക്കകത്ത് കയറി. ഭാര്യ അച്ഛൻ്റെ തലയ്ക്ക് തൊടാതെ തലയ്ക്ക് മുകളിൽ കൈവച്ച് കണ്ണടച്ച് ജപിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ അച്ഛൻ്റെ കൈ എൻ്റെ കയ്യിലെടുത്തു. അതെപ്പോഴും എൻ്റെ ഒരു ടെക്നിക്കാണ്. ഒരു പേഷ്യൻറ്റിനെ എപ്പോഴും നമ്മൾ കൈ പിടിച്ചു കഴിഞ്ഞാൽ അവരെ ഫീല് നമുക്ക് കിട്ടും. ഇത് ചെയ്ത് ഞാൻ കണ്ണടച്ച് ശാന്തമായിട്ട് ഭഗവാനെ ധ്യാനിക്കുന്നേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നും ചോദിക്കുന്നില്ല. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലിരുന്ന കൈ അനങ്ങി. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അച്ഛൻ കണ്ണു തുറന്ന് എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ്. എന്നാൽ നമ്മളെ ഒരു എനർജി ട്രാൻസ്ഫർ അവിടെ നടന്നിട്ടുണ്ട്. മൂക്ക് കുത്തി ചിരിച്ചിട്ട്, മോനെ ഭയങ്കര വിശപ്പ്, എന്തെങ്കിലും കഴിക്കണം എന്ന്. അപ്പോൾ കഥവ് തുറന്നു, കഴിച്ചു. ഭയങ്കര അത്ഭുതമായി കാണും. ഭയങ്കര നമ്മളെ ഒരു ആ വിശ്വാസത്തിനെ അടിയുറപ്പിക്കുന്ന, നമുക്ക് തന്നെ ഇത് വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങയുടെ ഒരു ജീവിതത്തിൽ ഈ പറയുന്ന കേരളത്തിന് പുറത്തു പോയത്, അനുഭവങ്ങള്, ഭാര്യയുടെ കുടുംബ പശ്ചാത്തലത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ്, സ്വന്തം ഈ നിലയിലുള്ള അനുഭവങ്ങൾ, ഇതൊക്കെയാണ് അങ്ങയുടെ ഒരു മാറി ചിന്തിക്കാൻ പറ്റുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങ് പ്രവർത്തിക്കാൻ ഒരു പ്രസിഡന്റ് സ്ഥാനം ജില്ലാടിസ്ഥാനത്തിൽ ഏറ്റെടുക്കുന്ന പ്രസ്ഥാനം ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്നത് അതൊരു ആധ്യാത്മിക രംഗത്ത് മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു ആധ്യാത്മികതയ്ക്കപ്പുറം കേരളത്തിലെ ഹിന്ദു സമൂഹം ഇന്ന് നേരിടുന്ന കുറേ വെല്ലുവിളികളുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് കാര്യമായിട്ടൊരു പഠനം നടത്തിയിട്ടുണ്ടോ? എന്താണ് താങ്കളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്? ഞാൻ ഹിന്ദു ഐക്യവേദിയിൽ നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളല്ല. അത് ഞാൻ ആദ്യമേ തന്നെ ഈ ഒരു തീരുമാനം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞതാണ്. കാരണം ഇതൊരു പുതിയ ഫീൽഡാണ്. അപ്പോൾ ജില്ല മുഴുക്കുണ്ട്, റവന്യൂ ജില്ല, തിരുവനന്തപുരം റവന്യൂ ജില്ല എന്ന് പറഞ്ഞാൽ വളരെ വലിയ പ്രവർത്തന മേഖലയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ എന്ത് തന്നെ പ്രസ്ഥാനങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഹിന്ദു ഐക്യം, നമ്മൾ റോഡിൽ ജാഥ വിളിക്കുന്നു, നമ്മൾ സമരങ്ങൾ സംഘടിപ്പിക്കുന്നു, അടിസ്ഥാനപരമായി നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ആധ്യാത്മികതയുടെ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്നുള്ളത് അറിയാത്തത് കൊണ്ട് നമ്മുടെ യുവാക്കളും നമ്മുടെ പ്രായമായ അച്ഛനും അവരുടെ മാതാപിതാക്കളും അടക്കം എവിടെന്നെങ്കിലും കടം വാങ്ങിക്കുക, ആർഭാട ജീവിതം നയിക്കുക, മറ്റുള്ളവൻ്റെ മുന്നിൽ കേമനാണെന്ന് കാണിക്കുക എന്നുള്ള ഒരു അന്ധവിശ്വാസത്തിലാണ് ഇന്ന് കേരള സമൂഹം. ഇതിനൊരു മാറ്റം വരുത്തിയേ പറ്റൂ. കുട്ടികൾ അമ്മയും അച്ഛനും പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, അവരെ തിരുത്താൻ അമ്മയും അച്ഛനും തയ്യാറല്ല, ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നില്ല. ഈശ്വരവിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയണം. അവർക്ക് അങ്ങനെ ഉള്ള ഒരു സംഗതിയില്ല. അവരുടെ സ്വാർത്ഥതയ്ക്ക് താല്പര്യമായിട്ടുള്ള എന്തിൻ്റെയും പിന്നെ അവർ പോകും. അത് ഈശ്വരനെ കാണുന്നതും അതിനു വേണ്ടി തന്നെയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ലഹരി ഒരു വലിയൊരു ഘടകമാണ്. അച്ഛനെയും ബഹുമാനിക്കുന്നില്ല. ആ ഒരു ലെവലിലേക്ക് എത്തി അവരെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണെന്ന് പോലും അവർക്കൊരു ബോധമില്ല. എങ്ങനെയും രക്ഷപ്പെടുക, പക്ഷെ ഈ രക്ഷപ്പെടൽ എന്ത് എന്നുള്ളത് അവർക്ക് സത്യത്തിൽ വ്യക്തമല്ല.
താങ്കൾ നേരത്തെ പറഞ്ഞത്, താങ്കൾ വന്ന ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ജാതി വ്യത്യാസം, അതായത് വലിയവൻ ചെറിയവൻ അങ്ങനെ ഒരു ഇതില്ലാതെ ഒരു സമത്വത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ വളർന്നതിനെക്കുറിച്ച്, ഇപ്പോൾ ഹിന്ദു സമൂഹത്തെക്കുറിച്ച് എപ്പോഴും ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു ജാതി അസമത്വം, ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവ്, ഇത്തരം കാര്യങ്ങളാണ്. സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഒരിക്കലും അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിൽ ഒരിക്കലും ഇതൊരു ഘടകമാവാറില്ല. പക്ഷെ ഹിന്ദു ഐക്യവേദി കുറെ കൂടി മാസ് ബേസ് ഉള്ള ഒരു സംഘടനയാണ്. അപ്പോൾ ആ സംഘടനയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇക്കാര്യത്തിൽ? ഹിന്ദു ഐക്യവേദി പൊതുവേ ചെയ്യുന്നത് ഹിന്ദു സാംസ്കാരിക സംഘടനകളുടെ ഒരു കോർഡിനേഷൻ, അതിനകത്ത് ഈ പറയുന്ന ജാതി സംഘടനകളും ഉണ്ട്. കാരണം ഇതിനകത്ത് എന്ത് പറ്റുന്നതെന്ന് വെച്ചാൽ, ഈ പറഞ്ഞത് ശരിയാണ്, ജാതി ഇന്നൊരു പ്രധാന ഘടകം തന്നെയാണ്. ആരെല്ലാം ജാതിയെ എതിർത്താലും, ഇതിൽ ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, എൻ്റെ SSLC ബുക്കിൽ എന്നെ കൊണ്ട് സ്കൂളിൽ ചേർത്തപ്പോൾ ജാതി കോളം വെട്ടിക്കളഞ്ഞു. അവിടെ ഹിന്ദു എന്നൊരു പേര് എഴുതിയിട്ടുണ്ട്, റിലിജിയൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് ജാതി കോളം വെട്ടിയാണ് എന്നെ സ്കൂളിൽ ചേർത്തത്. അങ്ങനെ നല്ലൊരു കാര്യം അന്ന് ചെയ്യുകയാണ്. കാരണം അച്ഛനല്ല സ്കൂളിൽ ചേർത്തത്, അമ്മയല്ല സ്കൂളിൽ ചേർത്തത്, എന്നെ കൊണ്ടുപോയി ചേർത്തത് ഒരു അധ്യാപകനാണ്. അദ്ദേഹം അന്നൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. അപ്പം അദ്ദേഹം തന്നെ തീരുമാനിച്ചാണ് ഇവന് ജാതി വേണ്ടെന്ന്. ഇതാണ് അന്നത്തത്. പക്ഷേ ഇന്നിപ്പോൾ സംഭവിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ സമൂഹത്തിൽ എവിടെ നോക്കിയാലും ജാതി രീതിയിലാണ് ആൾക്കാർ എല്ലാത്തിനെയും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഹിന്ദു ഐക്യം പറയുമ്പോൾ ഇതൊരു പ്രധാന ഘടകമാണ്. പക്ഷേ ഞാൻ കാണുന്ന ഒരു പോസിറ്റീവ് ഫാക്ടർ, നമ്മൾ ഏത് ആരാധനാലയത്തിൽ പോയാലും അവിടെ ആരും പറയില്ല ഇത് ബ്രാഹ്മണന്റെ അമ്പലമാണ്, ഇത് ഈഴവന്റെയാണ്, അല്ലെങ്കിൽ ഇത് പുലഹന്റെയാണ്, ഇത് നായരുടെയാണ് എന്ന് പറയാം. ഹിന്ദുവിൻ്റെയാണ്. ഇത് ഹിന്ദു ആരാധനാലയമാണ്. അവിടെ എല്ലാ ജാതിക്കാർക്കും പ്രവേശനമുണ്ട്, എല്ലാവർക്കും വന്ന് ആരാധിക്കാം, എല്ലാവരും അത് മനസ്സിലേറ്റുന്നു. പക്ഷേ മറ്റ് വിഭാഗങ്ങളെ നമ്മൾ നോക്കിയാൽ അവർക്ക് സെപ്പറേറ്റ് കാറ്റഗറി ഉണ്ട്. തീർച്ചയായിട്ടും ഇന്ന ആരാധനാലയം അത് ഇന്ന വിഭാഗത്തിൻ്റെയാണ്. ചിലടത്ത് അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് തിരുവനന്തപുരത്തുള്ള ഒരാള്, ഒരു ക്രിസ്ത്യാനി, തിരുവല്ലയിൽ പോയി ഒരു പള്ളിയിൽ ചെന്നപ്പോൾ അവർ വളരെ മോശമായിട്ട് പെരുമാറി. പറഞ്ഞ വാക്കെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ മുക്കവും പോലെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എവരാണ് പറയണത് ഹിന്ദുക്കളുടെ ഇടയിൽ ജാതി ഉണ്ട്? ഇതൊരു പറഞ്ഞു പരത്തലാണ്, ഒരു നെറേറ്റീവ് സൃഷ്ടിക്കലാണ്. ഞങ്ങൾ അങ്ങനെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാക്കും. അതല്ലേ പറഞ്ഞു, നമ്മുടെ സമൂഹത്തിൽ കുറേ അന്ധവിശ്വാസങ്ങൾ, കുറേ മിത്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എല്ലാം തന്നെ ഹിന്ദു സമൂഹത്തിനെതിരായിട്ട് മാത്രമാണ്. കാരണം ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്, അപരിഷ്കൃതരാണ്, ഇവർക്ക് പ്രത്യേകിച്ച് ഒരു അടിത്തറയും ഇല്ല, വെറും അന്ധവിശ്വാസികൾ. അതുകൊണ്ട് ഇതൊന്നും പുരോഗമന ചിന്താഗതിയല്ല. ഇതിന് ശേഷം വന്നതെല്ലാം പുരോഗമനമാണ്. അതെല്ലാം കാരണം ഇംഗ്ലീഷ് ആണെങ്കിൽ പുരോഗമനമാണല്ലോ, അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു വിശ്വാസം. അപ്പൊ ഇത് ഇംഗ്ലീഷ് അല്ലാത്തത് കൊണ്ട് ഇതെല്ലാം അപരിഷ്കൃതം. ഇത് കുറെയെല്ലാം നമ്മുടെ തലമുറയും നമ്മുടെ അടുത്ത തലമുറയും ഇത് ബാധിക്കുന്നുണ്ട്. കാരണം അവർ ഇംഗ്ലീഷിലുള്ള സംഗതികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലുത്. അപ്പൊ ഇതിനൊക്കെ ഒരു എതിരായിട്ടുള്ള ഒരു വലിയ പ്രവർത്തന പദ്ധതിയുടെ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും. അവസാനത്തെ ഒരു ചോദ്യം കൂടി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് താങ്കളുടെ ഈ സ്ഥാനാരോഹണത്തെ സംബന്ധിച്ച്, ഈ ഒരു ചുമതലയിലേക്ക് വരുന്നതിനെ കുറിച്ച്. താങ്കളുടെ പല സുഹൃത്തുക്കളും ഇതിൽ വലിയ ഞെട്ടൽ, വലിയ എന്താ പറയുന്ന, അവരെ സംബന്ധിച്ചിടത്തോളം വലിയ അമർഷം, ചിലരൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന വാട് എനിക്ക് ഞെട്ടലും അമർഷവും ഉണ്ട് എന്നൊക്കെയാണ്. അവരോടുള്ള മറുപടി എന്തായിരിക്കും? ഈ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ സുഹൃത്തുക്കൾ പലരും കഴിഞ്ഞ ഒരു 10-20 വർഷത്തോളമായി ഞാനുമായി അടുപ്പമുള്ളവരല്ല. പലരും ബാല്യകാല സുഹൃത്തുക്കളാണ്. കാരണം സ്കൂളിൽ പഠിച്ചപ്പം ഒരേ ക്ലാസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നവരും, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിക്കുമ്പം ഒരുമിച്ച് പ്രവർത്തിച്ചവരും എന്നുള്ളതല്ലാതെ എനിക്ക് ഉണ്ടായിരിക്കുന്ന ഈ ഒരു ചേഞ്ച് അവർ മനസ്സിലാക്കിയിട്ടില്ല. അവരിന്നും അവരുടെ പഴയ ഷെല്ലിലാണ്. ഞാനാ പറഞ്ഞില്ലേ, അന്നത്തെ ഒരു ഈശ്വര നിഷേധിയായ കസ്തൂരി സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു അധ്യാപകനുമായിട്ട് പരസ്യമായിട്ട് ക്ലാസ്സിൽ വെച്ച് സംവാദം, ഈശ്വരനുണ്ടോ ഇല്ലയോ, അന്നത്തെ പോക്കർത്തനങ്ങളാണ് ചെറുപ്പകാലത്ത്, വിവരമില്ലാത്തതുകൊണ്ട്. അപ്പൊ ആ ലെവലിൽ ആ ഷെല്ലിനകത്ത് ഇന്നും ഇരിക്കുന്ന പലരും എൻ്റെ ബാല്യകാല സുഹൃത്തുക്കളുണ്ട്. അവർ മുമ്പോട്ട് വന്നിട്ടില്ല, അവർ ആ ഷെല്ലിൽ നിന്ന് മാറി ചിന്തിക്കുന്നില്ല, സാമൂഹിക യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കേരളം വിട്ട് പുറത്തു പോയപ്പോൾ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പലർക്കും അറിയില്ല. മനഃപൂർവ്വം ഞാൻ മറച്ചു വെച്ചു. എന്തിനെന്ന് വെച്ചാൽ എങ്കിലേ നമുക്ക് റിയാലിറ്റി പഠിക്കാൻ പറ്റൂ. കറക്റ്റ്.
ഒരിക്കലും നമ്മളൊരു ബാനറിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഈ മുഴുവൻ അലക്കും എൻ്റെ ബാനറല്ലേ? തീർച്ചയായിട്ടും. അവർ കസ്തൂരി അല്ലല്ലോ അല്ല കാണുന്നത്. അവർ ഈ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇന്നാരുടെ മകൻ, ഇന്നാരുടെ അനുജൻ എന്നുള്ളതിലല്ലേ പോകുന്നത്. ഇതൊന്നും ഇല്ലാതെയാണ് ഞാൻ അവിടെ പോയി പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചത്. അന്ന് എൻ്റെ ചേട്ടൻ MP ആണ്, അന്ന് MP ആണ്, എന്നിട്ട് പോലും പറഞ്ഞിട്ടില്ല. അതെ, ഞാൻ സമ്പത്തിനെ കുറിച്ച് തന്നെയാണ് അങ്ങയോട് ചോദിക്കാൻ വന്നത്. ഇപ്പൊ ഈ സുഹൃത്തുക്കളുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒരേ കോമ്പൗണ്ടിൽ താമസിക്കുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ പരസ്പരം എപ്പോഴും കാണുന്നവരുമാണ്. അദ്ദേഹം എന്തായാലും താങ്കളുടെ ഈ മാറ്റം അടുത്ത് നിന്ന് കണ്ട ആളാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞോ, അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചോ? എന്തായിരുന്നു പ്രതികരണം? ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കഴിഞ്ഞ് എൻ്റെ ഫസ്റ്റ് ഫോൺ കോള് ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ വിളിച്ച് പറയുമായിരുന്നു. സമ്പത്തിനെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം അന്ന് സ്ഥലത്തില്ല, യാത്രയിലായിരുന്നു, ട്രെയിനിലായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞത്, മറ്റൊരാൾ പറഞ്ഞ് ഇത് അറിയുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞറിയണം. കാരണം മറ്റൊരാൾ അതിനെ പെരുക്കി പറയും, വേറെ വേണ്ടാത്ത നുണകൾ വെച്ച് പറയും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയുടെ ഇതിൻ്റെ അധ്യക്ഷൻ സ്ഥാനം എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, ഞാനത് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു. സ്വാഭാവികമായും അദ്ദേഹത്തിന് അതിൽ സന്തോഷം കാണില്ല, സന്തോഷം ഉണ്ടാവില്ല. ഒന്നും പ്രകടിപ്പിച്ചില്ല, എതിരഭിപ്രായവും പറഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം എതിര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. കാരണം എൻ്റെ ഒരു പേഴ്സണാലിറ്റി അദ്ദേഹത്തിനേക്കാളും വളരെ സ്ട്രോങ് ആണ്. അദ്ദേഹം കുറച്ചൊക്കെ മയപ്പെട്ട് നിൽക്കുന്ന ആളാണ്. പ്രത്യേകിച്ചും അദ്ദേഹം നിൽക്കുന്ന പാർട്ടിക്കകത്തുള്ള ഒരു വിധേയത്വം ഉണ്ടേ നേതാക്കന്മാരെടുത്ത്. അതിന് ആര് തന്നെയായാലും ആ ഒരു വിധേയം വിട്ട് അദ്ദേഹം, അതാണ് എൻ്റെ അച്ഛനില്ലായിരുന്ന ഒരു ക്വാളിറ്റി. സഖാവിനൊരു തന്നെ എത്ര തന്നെ വലിയ സാമൂഹിക പ്രവർത്തകനായിരുന്നെങ്കിലും പാർട്ടിയിലെ നേതാക്കന്മാരുടെ കുഴപ്പമുണ്ടെങ്കിൽ അദ്ദേഹം തുറന്നടിച്ച് പറയുമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ പല നേതാക്കന്മാർക്കും അദ്ദേഹത്തിന് അതുകൊണ്ട് ഇഷ്ടമല്ലായിരുന്നു, ഭയവുമായിരുന്നു. അതുകൊണ്ട് ഭയമുണ്ട്. കാരണം അത്രത്തോളം അദ്ദേഹത്തിന് താഴെ തട്ടിലെ ജനങ്ങളുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാറ് പോണ കണ്ടാൽ ഒരിടത്ത് നിർത്തിയാൽ 10 പേര് അവിടെ കൂടും. തിരുവനന്തപുരം പട്ടണത്തിലല്ല, നമ്മുടെ പ്രാന്തപ്രദേശങ്ങളിൽ പോയാലും. കാരണം ഈ തിരുവനന്തപുരം, എനിക്കിപ്പോൾ തന്നിരിക്കുന്ന ആ വേദി, റവന്യൂ ജില്ല എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അന്നത്തെ തട്ടകമാണ്, പ്രവർത്തന കേന്ദ്രമാണ്. അന്ന് ടെലിഫോണില്ല, മൊബൈൽ ഫോണില്ല. ഒരു പ്രവർത്തകനെ ഒരു കാര്യം അറിയിക്കണമെങ്കിൽ വളരെ രസം. അത്രയും അഗ്രസീവ് അല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ ശ്രീ സമ്പത്തിന് ഇപ്പോൾ ഒരു വലിയ അവഗണനയും ഒരു ഇടിച്ചു താഴ്ത്തലും നേരിടുന്നു എന്ന് പറഞ്ഞ എന്നാണ് ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട്. അത് പലരും പറയും അദ്ദേഹം MP ആയില്ലേ, ഇതായില്ലേ, ഒക്കെ ശരി തന്നെയാണ്. MP ആയി എന്നൊക്കെ ഉള്ളത് ശരി തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു പാർട്ടിക്കകത്ത് ഒരാളിനെ ചവിട്ടിത്തേച്ച് വെക്കുന്നതിനോട് എനിക്ക് അത്ര ഒരു സുഖം തോന്നുന്നില്ല. അത് സംസാരിച്ചിട്ടുണ്ടോ അദ്ദേഹത്തോടെ? കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ച് അദ്ദേഹത്തിനെ ഞാനും വേദനിപ്പിക്കണം. സ്വന്തം മനസ്സിൽ കാണാം. അതെ, എന്തായാലും താങ്കൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടത് ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനത്തിലേക്കാണ്. പക്ഷേ മറ്റേത് സഹോദരനാണ്. ഒരു സഹോദരൻ എന്ന രീതിയിൽ എല്ലാ രീതിയിലും ഞാൻ കടപ്പെട്ടവനാണ്. എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കണം. പക്ഷേ രാഷ്ട്രീയപരമായിട്ടല്ല, അല്ലാതെ കാര്യങ്ങൾ നടക്കുന്നത്. ശ്രീ കസ്തൂരി, ഇത്രയും സമയം ഞങ്ങളോടൊത്ത് ചെലവഴിച്ചതിന്, അങ്ങയുടെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞതിന്, ഹിന്ദു ഐക്യവേദിയുടെ പുതിയ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അങ്ങയുടെ സ്ഥാനം ഏറ്റെടുക്കുന്ന ഈ അവസരത്തിൽ അങ്ങേക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി.